എന്തെല്ലാം എടി വസന്തേ എടി എടി അതെ ഇതേ പിന്നെ എന്താ അതൊക്കെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം, അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നു പറയണം. അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കില്ല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായി, എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ. അതുകൊണ്ട് ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയെ പറ്റിയുള്ള കുറച്ച് ഇഷ്യൂസ് ഇങ്ങനെ സോഷ്യൽ മീഡിയ 2 ദിവസമായിക്കൊണ്ട് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അഹാന വന്ന് കുറച്ച് കാര്യം പറഞ്ഞു, തൻവി വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. തൻവി പറഞ്ഞതിന് ബാക്കിയായിട്ടാണ് ഈ അഹാന വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അമ്മൂമ്മയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, അമ്മൂമ്മ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഹോം നേഴ്സിനെ കൊണ്ട് നിർത്തിയാൽ അവരൊന്നും അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. അവരുടെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോകുന്നു. അവരുടെ അച്ഛനുണ്ടായിരുന്ന സമയത്ത്, അതായത് ഈ സിന്ധുവിൻ്റെ ഫാദർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ നോക്കാണ്ട് കൊണ്ട് നിർത്തിയതാണ്. അപ്പം അച്ഛനെ മാത്രം, അപ്പൂപ്പനെ മാത്രം നോക്കിയാൽ മതി, അമ്മൂമ്മ പറയുന്നത് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും ഏകദേശമൊക്കെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് വിശ്വസിച്ചു. ഞാൻ ആ വീഡിയോസൊക്കെ കണ്ട് റിയാക്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പം അതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമാണ്, ചില വീടുകളിലൊക്കെ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ മൂശാട്ട സ്വഭാവം കാണിക്കാറുണ്ട്. അപൂർവങ്ങളിലേ ഉള്ളൂ, വീട്ടുകാരോട് വലിയ പ്രശ്നമില്ലാതെ അതുപരമായിട്ടത് മിങ്കിൾ ചെയ്ത് പോകുന്ന അപൂർവ ഫാമിലിയിലൊക്കെ ഉള്ളൂ. ഇനി അവരുടെ ഏജിൻ്റെയാണ്, പ്രായമായി കഴിയുമ്പോൾ അവർക്ക് ദേഷ്യം തുടങ്ങും, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് ഫാമിലിയുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരോടൊന്നും പ്രതികരിക്കുക, അവർ പറയുന്ന താളത്തിനനുസരിച്ച് നിന്ന ഒരുപാട് ഫാമിലിയുണ്ട്. കാര്യം ഒരു കുഞ്ഞു കൊച്ച് വളർന്നു വരുന്ന രീതിയാണ് ഈ പ്രായമായി കഴിയുമ്പം ഈ പ്രായമായവർ കാണിക്കുന്നത്. കാര്യം കുഞ്ഞു കൊച്ചിൻ്റെ വാശിയും കാര്യങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുത്ത് അവരെ കൊഞ്ചിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ ചിലയിടത്തൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെന്തെങ്കിലും പറഞ്ഞു, അമ്മൂമ്മയുടെ വളരെ വൃത്തിയായിട്ട് രീതിയിൽ സംസാരമൊക്കെ ആയതുകൊണ്ട് ഇവർ പിന്നെ അങ്ങനെ വലിയ മൈൻഡിലൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പം ഈ തൻവി വന്നിച്ച് ആദ്യം കുറേ കാര്യങ്ങൾ ഇട്ടു, അമ്മൂമ്മ ആരും കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ അഹാന കുറേ ഈ തൻവീനെയും കൂടെ ഒക്കെ കുറ്റപ്പെടുത്തി അവരാണ് ഈ ചാനലെടുത്ത് തൻവിക്ക് കൊടുത്തത്, എന്നിട്ട് ആ ചാനലിലൂടെ തന്നെ അവർക്കിട്ട് പണി കിട്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് തൻവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേ. അപ്പം ആ വീഡിയോ എനിക്കിന്നത് റിമൂവ് ആക്കിയെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ഞാനും ഈ അഹാനയ്ക്കൊക്കെ സൈഡ് തന്നെയായിരുന്നു നിന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ആയിരുന്നു, അവർ എന്നിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് പോകുന്നുണ്ട് എന്നൊക്കെ ഓർത്തുണ്ട്. പക്ഷേ ഇന്ന് ഈ അമ്മൂമ്മ വന്നേച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതിലേറെ ഇവർ പറയുന്നുണ്ട് ഈ അമ്മൂമ്മയ്ക്ക് ഓർമ്മയും കാര്യങ്ങളൊക്കെ കുറവുണ്ടെന്നുണ്ട്. പക്ഷേ അമ്മൂമ്മ ഓർത്ത് നല്ല വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് കേട്ടതിന് ശേഷം ബാക്കി എൻ്റെ കൂടെ പറഞ്ഞു പോകാം. പറഞ്ഞോ. എൻ്റെ മക്കൾ എന്നെ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തി. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇനി വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇനി വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി, എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഈ പെങ്കൊച്ചി ചോദിക്കുന്നത് ഞാൻ വരാനുള്ള കാരണം എന്നാന്നും അവർ പറയിപ്പിക്കുന്നതിനാണ്. ആദ്യമേ വീഡിയോ കോൾ ചെയ്യുന്നതിന് ഇത് കാണിച്ചതും ഇവർ വീഡിയോ എടുത്ത് തന്നെയാണ് സംഭവങ്ങളെല്ലാം പുറത്തോട്ട്. അപ്പം കുറേ പേര് ഇവർക്ക് നെഗറ്റീവ് വന്നായിരുന്നു. നിങ്ങൾ കുറേ പാടുപെടുന്നുണ്ട്, ചാനൽ കുറേ റീച്ച് കിട്ടാനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡൗണായി കിടക്കില്ലേ, അവിടുത്തെ ജോലി കാനഡയിൽ നിന്നെല്ലാം കളഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ലേ, അപ്പോൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട, അതിന് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പെങ്കൊച്ചിന് ഒരുപാട് പേര് മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഇതിനകത്തിപ്പം അവർ തന്നെ പറയുന്നുണ്ട്, നമുക്കിപ്പം ദിയ ആണെങ്കിൽ നമുക്കറിയാം ദിയ ചടപടാന്നുള്ള വർത്തമാനം. ദിയ എന്തിനൊക്കെ പറയണം, നമ്മൾ പറയാറുണ്ട്, ഇച്ചിരി അഹങ്കാരം പിടിച്ചൊരു വർത്തമാനം ദിയയുടെ. അത് പുള്ളിക്കാരി സ്നേഹത്തിൽ പറഞ്ഞാലും ആ അഹങ്കാരത്തോട് കൂടി അത് പറയത്തുള്ളൂ. പക്ഷേ ഈ അഹാന ഇങ്ങനെയൊക്കെ പറയുമെന്ന് കേട്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ അഹാന ഇങ്ങനെ പറയുമോ എന്ന് ഓർക്കുന്നത്. അപ്പം ഈ അഹാന പറഞ്ഞതാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം. അവരെ ഒരു അമ്മൂമ്മ കയറി എടി പൊടി. ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര മോശമായിക്കോട്ടെ, എത്ര മോശമായിട്ട് പെരുമാറിക്കോട്ടെ, അപ്പൻ്റെയോ അമ്മയുടെയോ അമ്മമാർ, അതായത് മുത്തശ്ശി, അപ്പൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ, അത് അവർ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണേലും നമ്മളെ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും, ഇപ്പോൾ അമ്മയും മരുമോളും തമ്മിൽ കിടന്ന് വഴക്കുണ്ടാക്കും, അവർ തമ്മിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിരിക്കും. പക്ഷേ കൊച്ചുമക്കൾ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല. അവരിപ്പോൾ ഇനി മോശമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും പറയാൻ പാടില്ല. അത് ഭയങ്കര ദോഷം തന്നെയാണ്.
കാര്യം അവരുടെ അപ്പൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയാണ്. ആ ഒരു മാതാവ് ജന്മം കൊടുത്തത് കൊണ്ടാണ് ഈ ചീത്ത വിളിക്കാനായിട്ട് അമ്മൂമ്മ എന്ന് ചീത്ത വിളിക്കാനായിട്ട് ഈ സാധനങ്ങളൊക്കെ ഭൂമിയിലേക്ക് വന്നത്. ഒരിക്കലും പറയാൻ പാടില്ല. കാര്യം അതിനോട് ഒരു ശകലം പോലും ഞാൻ യോജിക്കുന്നില്ല. ഇതിനിപ്പോൾ ആര് അമ്മൂമ്മ ഇനി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ സിന്ധു ആണേ പോലും സിന്ധുവിനും ഒരു പരിധി വിട്ട് പറയുക. കാര്യം ജന്മം തന്നവരാണ് അവരെ ഒന്നും ഒരിക്കലും അവർ ചിലപ്പോൾ ഭയങ്കര ഒത്തിരി പേരുണ്ട്. ഇതിനൊക്കെ കൂടുതൽ മക്കളോട് ജന്മം കൊടുത്ത മക്കളോട് ദ്രോഹം ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ട്. നമ്മൾ പുറമേ നോക്കുമ്പോൾ വലിയ ഹൈ ഫാമിലി, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജീവിതം, ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര എന്നാ ഭവ്യതയും കാര്യങ്ങളോടും ഒക്കെ കൂടി പറയുന്നു. പക്ഷെ അവരൊക്കെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ വരുന്ന കാര്യങ്ങൾ കണ്ടോ? പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. നിങ്ങൾ അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അവരയക്കണേന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയില്ല. ഇത്ര മോശം വന്നോർത്തോക്കല്ലേ, ഇത്ര മോശം വന്നേക്കും, വളരെ മോശം. അവരൊരു അമ്മൂമ്മയാണ്. അവരെ പറഞ്ഞു കേട്ടോ ചൂലെടുത്തടിക്കണം, അവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ. ഞാൻ പറഞ്ഞത് അവരിനിപ്പോൾ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഒന്നും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളുക, നാളെ നിങ്ങളുടെ തലമുറ നിങ്ങളുടെ നേരെ ഇതുപോലെ വരുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കൊച്ചുമക്കൾ അമ്മയും മക്കളും തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ട്, അപ്പനും മോനും തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ കൊച്ചുമക്കളെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് വേറൊരു ഇതാണ് വരുന്നത്. അവർ ഈ മുത്തശ്ശിയോ എന്തെങ്കിലും പറഞ്ഞ് എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, തന്നെയല്ല പെറ്റതള്ളയോട് മക്കൾ പറഞ്ഞു തന്നത് ശരിയല്ല. അവർക്കും കിട്ടും കാലം. അതൊന്നും മാറ്റി വെക്കത്തില്ല. പതിയെ അത് കിട്ടിത്തുടങ്ങും. അന്നേരമേ മനസ്സിലാവുള്ളൂ. ഇത്രയും പ്രായമായ ആൾക്കാർ, അവർക്ക് അസുഖം പിടിച്ചിരിക്കുന്നത്, അവർക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെതായ മൂശാട്ടയും കാര്യങ്ങൾ. നിസ്സാരം നമുക്കൊരു പനി വന്നാൽ നമ്മൾ 2 ദിവസം ഒന്ന് വീട്ടിൽ കിടന്നു പോയാൽ നമുക്ക് എല്ലാവരോടും ഒന്ന് ദേഷ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല, നമ്മുടെ ആരോഗ്യം ഒരു ഇതാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ദേഷ്യം വരും. പ്രായമാകുമ്പം അവർ ഉദ്ദേശിക്കുന്ന പോലെ അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ അവരുടേതായ സ്വാതന്ത്ര്യം, അവരുടേതായ രുചിക്കനുസരിച്ച് അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ എന്നിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമാണ് അവർക്ക് ഇങ്ങനെയുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അവരാ പറഞ്ഞ് ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഉണ്ടാക്കി പറഞ്ഞെന്ന് തോന്നുന്നില്ല. ഇത് ജെനുവിനായിട്ട് തന്നെയാണ് ആ അമ്മ പറയുന്നത്, അല്ലാതെ ഇത് ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. നോക്കാൻ സമ്മതിച്ചില്ലാന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മമ്മ ഹോം നഴ്സിനെ വെളി നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ തെറിയും പറഞ്ഞു കൊണ്ടുപോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. എനിക്ക് അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം,
ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 6 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്തായിട്ട് പറയുക, അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലും. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നേഴ്സ് വന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പന് അങ്ങനെ ഇഷ്ടം പോലും ഇല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്താ പറഞ്ഞ, കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? കല്യാണം ഇവിടെ ഇത്ര മോശമായിട്ടുള്ളൊരവസ്ഥയാണല്ലേ. നമ്മളും ഒക്കെ പ്രായമാകും. എന്നും ഈ നടക്കുന്ന രൂപത്തിൽ കൂടെ ആര് നോക്കി ഈ ചെറുപ്പമായി നടക്കുന്നവർ എല്ലാം വിചാരം എന്താണെന്ന് പറയാം, എന്നും ഇതുപോലെ അങ്ങ് നടക്കും, ഒന്നും നമുക്ക് സംഭവിക്കരുതെന്നാണ്. ഓരോ കാലഘട്ടങ്ങൾ വർഷങ്ങൾ കഴിയുന്തോറും നമ്മളുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിയുന്തോറും നമ്മളും ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തും. ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഇതുപോലൊക്കെ ഒരു അവസ്ഥകൾ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ പോലെ എനിക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഈ പ്രായം ആയി കഴിയുമ്പോൾ, ഒരു അസുഖം വന്നു കഴിയുമ്പോൾ അവരോട് കാണിക്കുന്ന ദ്രോഹം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നിനും മേലാത്തൊരവസ്ഥയാണ്. ഇതിനൊക്കെ കണക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഈ ലോകത്ത് തന്നെ കണക്ക് പറഞ്ഞിട്ടേ പോക്ക് നടക്കുകയുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ പെട്ടെന്ന് എനിക്ക് സത്യം ഒരു വിഷമം തോന്നി. ആ പറയുന്നതൊക്കെ ഒരു ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കൊടുത്തേച്ച് അപ്പൂപ്പ മാത്രം കഴിക്കുക, അമ്മൂമ്മ കഴിക്കണ്ട. അവർക്ക് ചിലപ്പോൾ അത് കഴിക്കാൻ ആഗ്രഹം ഇല്ലായിരിക്കുന്ന ആ സാധനമാണെങ്കിൽ പോലും അങ്ങനെ പറയുമ്പോൾ ഉള്ളിലൊരു വേദന തോന്നും. ഞാൻ കഴിക്കണ്ട, അപ്പൂപ്പ മാത്രം കഴിച്ച് അമ്മൂമ്മയ്ക്ക് കൊടുക്കണ്ട. അതും അവിടെ നിൽക്കുന്ന ഹോം നേഴ്സിനോട് പറയുക മെൻ്റലാന്ന്. അപ്പോൾ അവർ ആ മൈൻഡിലല്ലേ വരുന്നത് ഇവരെ കാണുള്ളൂ. ഇവരൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ പോലും അവരതൊരു പ്രശ്നമാക്കി തീർക്കും. കാര്യം എന്നാന്ന് വെച്ചാൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കുന്നത് അത് ആ വീട്ടിലുള്ളവർ, ഇവരുമായിട്ട് ബന്ധമുള്ളവർ പറഞ്ഞു കൊടുത്തേക്കുന്നത് അവർക്ക് നോർമലല്ല, അവർക്ക് തലയ്ക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുമ്പം ഒരു മെൻ്റൽ പേഷ്യൻ്റ് എന്നുള്ള രീതിക്കാണ് അവരെ പറഞ്ഞ് ആക്കി വെച്ചേക്കുന്നത്. അങ്ങനെ പറയുമ്പം അവരിപ്പോൾ ഒരു ചുമ്മാ ഒന്ന് ദേഷ്യപ്പെടുമ്പോഴും ഇവരുടെ മനസ്സിൽ അവർ പറഞ്ഞു കൊടുത്താണ് കിടക്കുന്നത്. അപ്പം അവരെ മൈൻഡും കൂടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു വിലയില്ല, ഞങ്ങൾക്ക് എന്നതും അവരെ പറയാം എന്നുള്ളതാകും. അത് നിങ്ങൾക്ക് ഈ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇതാകും. എന്നാലും ഒരു മകൾക്ക് അങ്ങനെയൊക്കെ കാണിക്കാൻ തോന്നും അമ്മമാരോട്. മരുമക്കൾ കാണിക്കുമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ മരുമക്കൾ കാണിക്കുന്നുണ്ട് ആ മക്കൾക്കും പേടി കൊണ്ട് അവർ ചിലപ്പം ഭാര്യമാരുടെ സൈഡിൽ നിന്ന് അമ്മമാരോട് ദ്രോഹം ചെയ്യും. പക്ഷെ ഒരു മകൾക്ക് ഒരമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇന്ന് അവർ നാളെ വളർന്നു വരുമ്പോഴത്തേക്ക് അവർ ഇത്രയും സ്നേഹം കൊടുത്ത് വളർത്തുന്ന ഒരു മക്കൾ, ആ മക്കൾ ഇവരോട് ഇങ്ങനെ കാണിച്ചാൽ ഇവർ സഹിക്കുമോ? അങ്ങനെ ഇത് ഓരോന്നും കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് സത്യം പറയുമ്പോൾ ഒരു അത്ഭുതം പോലെയാണ്. ഇവരിങ്ങനെയൊക്കെ പറയുമോ? ഇത് സത്യമാണോ എന്നുള്ളൊരു അത്ഭുതം പോലെയാണ്. പക്ഷെ ഇത് ഇവർ പറയുന്നത് ജെനുവിനായിട്ട് തന്നെയാണ്. എനിക്ക് കള്ളത്തരമായിട്ട് തോന്നുന്നില്ല. ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്. കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല, എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായി എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരെയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പിന്നെ അമ്മൂമ്മ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു, എന്തോന്ന് അപ്പൂപ്പൻ്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞത് ഈ സഞ്ചാന്യത്തിൻ്റെ അന്ന് ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നു.
പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളങ്ങെടുത്ത് അവളെപ്പോഴോ എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തോണ്ട് പോയി അവളിടാണ്. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞ് എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ കണ്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു? ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കുന്ന തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ എടുത്ത് തയ്ക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അവർക്ക് എനിക്കറിയില്ല എന്നായി അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തയ്ച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവരെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞു. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്നു. ഇതൊക്കെ ഈ ഇവരോട് ചെയ്ത ഇവരിപ്പോൾ കരയിൽ നടമ്പോൾ ഓർക്കും തുണിയുടെ കണക്ക് പറയുന്നല്ലോ, അല്ലെങ്കിൽ അവരത് എടുത്തുകൊണ്ട് പോയതിൻ്റെ കണക്ക് ഈ നാറിയ കഥകൾ ഒരു തുണി എടുക്കാനാണ് എന്നൊക്കെ ചിന്തിക്കും. പക്ഷെങ്കിൽ അത് അങ്ങനെയല്ല. അവരുടെ ആ ഒരു ഫീലിങ്സ് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവർക്ക് ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും വിഷമങ്ങളും ഇവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ കൊച്ചുമക്കൾ പറഞ്ഞിട്ടുള്ള ഭാഷകളും മകള് കാണിക്കുന്നതും എല്ലാം ഇവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളായിട്ടായിരിക്കും അവരത് ചിന്തിക്കുന്ന മനസ്സിൽ. പ്രത്യേകിച്ച് അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള ഒരു മനുഷ്യനാണ് പോലും നമുക്കൊരു ചെറിയ വിഷമങ്ങൾ ഒരാളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർ പണ്ട് നമ്മളോട് ചെയ്ത കാര്യങ്ങൾ മൊത്തം നമ്മുടെ മനസ്സിൽ വരും, ഇല്ലേ? അങ്ങനെ വരികയല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പറ. ആർക്കാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകളും കൂടെ ആകുമ്പോഴത്തേക്ക് പഴയ കാര്യങ്ങൾ മുതൽ അവരുടെ ഉള്ളിലേക്ക് പലതും വരും. ഇവർ എന്നോട് പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അതിപ്പോൾ മക്കളാണേലും ഭർത്താവാണേലും ഇനി അപ്പനാണേലും അമ്മയാണേലും ആര് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കത് പെട്ടെന്ന് നമ്മുടെ ആ കൂടപ്പുറപ്പുകൾ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നോർക്കും. അത് ഇവരെന്നതെല്ലാം കാണിച്ചിട്ടും അവരോട് ഇപ്പോഴും ഇവർക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് ഇവർക്ക് അതൊക്കെ ഒരു പരാതിയായിട്ട് തന്നെ ഇപ്പോഴും തോന്നുന്നത്, ആ ഒരു സങ്കടമായിട്ട് തോന്നുന്നത്. അത് കാണുമ്പോൾ ചിലർ ഓർക്കും, ഇവർക്ക് നാണമില്ലേ, ഇവരുടെ മകളല്ലേ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയത്, അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചേ. അവർക്ക് വയ്യാത്തൊരു വ്യക്തിയാണ്. അവർക്കൊരു കടയിൽ പോയി ഒരു തുണി വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പുറത്തോട്ട് പോയിട്ട്. പക്ഷേ ഈ സിന്ധു കൊണ്ടുപോയിട്ടുണ്ട് ഇവരെ. ഞാൻ ആ ഒരു വീഡിയോസും കണ്ടിട്ടുണ്ട്. സിന്ധു ഇവരെയും കൊണ്ട് പുറത്ത് പോവുകയും ആഹാരം കൊടുക്കുകയും അങ്ങനെയൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവർക്ക് ഇടയ്ക്കൊക്കെ ഈ കൊച്ചുമക്കളെ കൊണ്ട്, അതായത് നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ കാരണവന്മാരെ ഒരിക്കലും ഒന്നും പറയാൻ, ഇനി അമ്മ ഇപ്പോൾ പെറ്റ തള്ളയായിരിക്കാം, അല്ലെങ്കിൽ ഇനി അമ്മായിയമ്മയായിരിക്കാം, എന്നെ ധൈര്യം ഒക്കെ പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പറയാം ഒന്ന് നിർത്തമ്മേ മതി, വെറുതെ വീട്, അമ്മ എങ്ങനെയും ഇരിക്കട്ടെ, അമ്മേനെ ഇങ്ങനെ എപ്പോഴും അമ്മമ്മ കുറ്റം പറയാം എന്നൊക്കെ പറയാം. പക്ഷേ എടി പോടി എന്ന് വിളിക്കുകയും ചീത്ത വിളിക്കുകയും ചൂലെടുത്ത് അടിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും ഒട്ടും നല്ല കാര്യങ്ങളല്ല. ഒട്ടും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് തിരിച്ച് അതുപോലെ തന്നെ പണി കിട്ടാതിരിക്കുകയല്ല. അന്നേരം ഇരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ഞാൻ ചെയ്ത കാര്യം. അതുപോലെ ഒരമ്മൂമ്മ കൊച്ചുമക്കളുടെ കാലം, അവരിനി ഇവർക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തോട്ടെ, കൊച്ചുമക്കളുടെ കാലം വീണ് മാപ്പ് ചോദിക്കാന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണോ? എനിക്ക് ഈ അഹാന ഇതുപോലൊക്കെ പറയുന്നത്, ഇതിപ്പം നമുക്ക് വേറെ അവരുടെ വീട്ടിൽ വേറെ ആര് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ പിന്നെ വിശ്വസിച്ചായിരുന്നു കേട്ടോ. ഈ അഹാന എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കേട്ടിട്ട്. എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവൾ നമ്മളെ മോളല്ല. അവൾ ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവൾ. പിന്നെ അവർ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ മിണ്ടാതിരുന്നത്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവരെന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ലേ. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് കിടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ചെലവിന് ഇപ്പോൾ ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിയാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടേക്കുന്ന പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാതെ അമ്മ ഇനി കരഞ്ഞാൽ അവർ പറയും അവിടെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വെക്കുന്നു. പിന്നെ എനിക്ക് ചിലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനിയാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഇരിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ
അനിയത്തിനെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് ഈ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും രണ്ടുപേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമിയുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോന്. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെയല്ലേ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം, എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങിക്കും. അമ്മമ്മക്ക് അറിയല്ലേ അമ്മമ്മ, അറിയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അവനെയാണെന്ന്. എന്നിട്ട് ഞാൻ ഇന്നതാ ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നത്. അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച് കുഞ്ഞിനീച്ച് ബിച്ച്. സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാ വസന്ത, എടി പോടി എൻ്റെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അമ്മൂമ്മ വിളിച്ച് കരയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് എനിക്കെന്തോ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് ഇതിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് തന്നെ തോന്നി. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവരത്രയ്ക്ക് വിഷമിച്ചാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് അവർ ചിലപ്പോൾ ഇവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം, ഒരുപാട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം. പക്ഷേങ്കിൽ അവരൊരു അമ്മയുടെ അമ്മയാണ്. പറയാം, അമ്മൂമ്മ പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അമ്മൂമ്മ കാണിക്കുന്ന തെറ്റാണ്, അമ്മൂമ്മ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലെന്നോ അല്ലെങ്കിൽ അമ്മൂമ്മ ഞങ്ങൾ നോക്കത്തില്ലെന്നോ അതൊക്കെ പറയാം. പക്ഷെ അവർ എടി പോടി അതുപോലെ പേര് വിളിക്കുക അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. കേൾക്കുന്നവർക്ക് പല രീതിക്കുള്ള അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയാം, എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ അവർ കരയുന്നതൊക്കെ ജെന്യൂനായിട്ട് തന്നെയാണ്, അത് അഭിനയിക്കുന്നൊന്നുമല്ല. എന്നാണ് നമുക്കത് കാണുമ്പോൾ അറിയാം അവർ ശരിക്കും ഇതായിട്ട് അത്രയും പ്രായം ചെന്ന് ഇതിനെതിരെ എന്നാണ് വീഡിയോ വരുന്നതെന്നോ അല്ലെങ്കിൽ ഇനി എന്നതാണ് ഇതിനെതിരെ നമ്മൾ കേൾക്കാൻ പോകുന്നതെന്നോ ഒന്നും അറിയത്തില്ല. എന്നതാണെങ്കിലും ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, ലോകപരിചയമുണ്ട്, അങ്ങനെയുള്ള വ്യക്തികൾ കാണിക്കുന്ന രീതി വല്ലതുമാണോ ഇത്? പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുടുംബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. ഇല്ലേ, കുടുംബത്ത് പറഞ്ഞു തീർക്കാം. മിക്കൊരു ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി വ്ളോഗ് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളല്ല, എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ചെടികൾ, കറി സ്പെഷ്യലായിട്ട് വെക്കുന്നത്, പിന്നെ വീട്ടിൽ പിള്ളേരുമായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് തമാശയും അങ്ങനെ സന്തോഷം നിറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വ്ളോഗായിട്ട് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ വീടുകളിലും പേഴ്സണലായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കാണും, നമുക്ക് എല്ലാ വീടുകളും കാണാം. അല്ലാതെ ഒരിടത്തും അത്ര നല്ല ക്ലിയർ ആയിട്ട് ഒരു വീട്ടും പോകുന്നതെന്ന് ഞാൻ പറയുകയില്ല. എല്ലാ വീടുകളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അങ്ങനെയുള്ളപ്പം അത് ഈ വ്ളോഗ് ഇപ്പോൾ ഈ കുട്ടി തന്നെ ഇത് ആദ്യമേ തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ മുതിർന്നാണ്, അവർ മുതിർന്നാണ്, ഇവർ തമ്മിൽ സംസാരിക്കുക. ഇനി അവർ വരുന്നില്ലേ, പോട്ടെ, ആ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. ഇത് നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ, ഇതിന് ഇവരുടെ കാര്യങ്ങൾ നോക്കാമല്ലോ, കാര്യങ്ങൾ നോക്കി ഇതിന് മുന്നോട്ട് പോകാമല്ലോ. അവർ ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ 2-3 പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എപ്പോഴും വേറെ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഈ കൃഷ്ണകുമാറിൻ്റെ. എപ്പോഴും അത് മക്കളായിട്ട് എന്നതിലേക്ക് എവിടെയൊക്കെ ഒപ്പിച്ച് വെച്ചേക്കും. മിക്കപ്പോഴും ഈ ദിയുടെ വായി എന്നതിലേക്ക് വാക്കുകൾ വരും, അതിലായിരിക്കും പിടിച്ച ആൾക്കാർ മിക്കപ്പോഴും ഏറെ നിർത്തുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഇളയ കൊച്ചിൻ്റെ ഒരു വീഡിയോസ് വന്നു, അതൊന്ന് ഏറി കയറി, അതൊന്ന് താഴ്ത്തിറങ്ങി, അത് കഴിഞ്ഞ് ദിയുടെ വായിന്ന് വരുന്ന കുറേ വാക്കുകൾ ഈ ഇടയ്ക്ക് അമ്മയെ കയറി അമ്മയുമേ കയറി അമ്മയെന്ന് വിളിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ സിന്ധുവിൻ്റെ വിഷയം വരുമ്പോൾ എല്ലാവരും സിന്ധു അമ്മ എന്ന് പറയും, സോറി അമ്മയല്ല സിന്ധു എന്നും പറഞ്ഞ് നിങ്ങളോട് ബഹുമാനം ഇല്ലാഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും ഇവർ തന്നെയാണ് ഈ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുന്നത്, പറയാനും എടുക്കാനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടേ തന്നെയും എന്നാൽ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയൊക്കെ അവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഈ ഒരു കാര്യം ഫസ്റ്റ് ഇനി ആ കൊച്ചൊരു വീഡിയോ പെൺകുട്ടി വീഡിയോ ഇട്ടപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക, നിങ്ങളോട് സംസാരിക്കണം. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇനി ആ വെല്ലുമിക്ക് എന്നതാണ് പ്രശ്നം അത് മനസ്സിലാക്കി വെച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ വേണമായിരുന്നു മുന്നോട്ട് പോകാനായിട്ട്. അല്ലാതെ ഈ ചെളിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ അത് പുറത്തുള്ളവരും കൂടെ ആ ചെളി ഏറ്റുപിടിച്ച് പരത്തി വിത്തി തേക്കുകയും കൂടെ ചെയ്യുമ്പോൾ അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. അത് റിയാക്ഷൻ വീഡിയോ കാര്യത്തിന് എന്നെ സഹിതമാണ് ഞാൻ ഈ പറഞ്ഞത്, എന്നെ സഹിതമാണ് പറഞ്ഞത്, ഒരാൾ മാത്രമായിട്ടല്ല. അപ്പം അവർ ഇത് വരുമ്പോഴത്തേക്കും അവരും എടുത്ത് വെച്ചത് റിയാക്ട് ചെയ്യും, മൊത്തത്തിൽ ആ ചെളി അങ്ങ് പതിഞ്ഞങ്ങ് പോകും. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ഫാമിലിയിലുള്ള പ്രശ്നം, ആ അമ്മൂമ്മയുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഫാമിലിയിലുള്ളവരെല്ലാവരും കൂടെ ഒരു സംസാരിക്കുക. ഒന്നെങ്കിൽ ഇവർ പറയുന്ന ആരും കേൾക്കാൻ വരത്തില്ലായിരിക്കും, അവർക്ക് നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ ജോലിയൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഇവർക്ക് ഇനി ഒന്നും വേണ്ട, ഞാനിങ്ങനെ ഇങ്ങനെയാണ് ഈ കൃഷ്ണകുമാറിൻ്റെ ഒക്കെ ബന്ധമാണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നിടത്ത് ഈ കുട്ടിയുടെ അമ്മ വേറെ വിവാഹം കഴിച്ച് പോയതാണ്. അതിനെപ്പറ്റിയൊക്കെ ഇവരിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ അവരെല്ലാം ഇനി ഒരു ഒറ്റ കെട്ടാകും, എന്നിട്ട് ഒറ്റ കെട്ടായിട്ട് അവരെല്ലാം കൂടി ഇനി ഒരു പ്രതികരണമുണ്ട്, അതും വരും. അതിനെപ്പറ്റി അഹാന വന്നേച്ച് സോഷ്യൽ മീഡിയ വെച്ച് അഹാന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അമ്മൂമ്മ പറയുന്ന കാര്യങ്ങൾ. പിന്നെ അവർ ഈ അയക്കുന്ന വോയിസ് നല്ല വോയിസ് ആണെങ്കിൽ ഒരിക്കലും അവർക്ക് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല, ഒരിക്കലും റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അവരെ റിമൂവ് ചെയ്തേക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം അവർ ഇവരോട് പറയാൻ കൊള്ളാത്ത വോയിസ് തന്നെയാണ് ഇവർക്ക് ഇട്ട് കൊടുത്തിരുന്നത്. അവർ പറയുന്നതിൻ്റെ ബാക്കിയായിട്ടാണ് ഇവരങ്ങോട്ട് ചീത്ത വിളിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തുണ്ട് തെറ്റ്. ഇത് സോഷ്യൽ മീഡിയ കൊണ്ടൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു മറ്റേ ഉപ്പും മുളകും ലൈറ്റോ അങ്ങനെ ഫാമിലി ഉണ്ടല്ലോ, അത് ഇന്നും പ്രശ്നങ്ങളാണ് അവർക്ക്. വ്ളോഗ് തുടങ്ങി പെണ്ണിനെ കല്യാണം കാണാൻ പെണ്ണ് കാണാൻ വന്നെന്ന് പറഞ്ഞ് ആ സമയത്ത് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അതേ ചൊല്ലി ആൾക്കാർ പറഞ്ഞു പെൺകുട്ടികൾക്ക് അത് വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ട കല്യാണം. ഇപ്പോഴും ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ എന്നാത്തിനാണ് ഈ റീസിന് വേണ്ടിയാണെങ്കിൽ സ്വന്തം കുടുംബത്തെ കരിവാരി തേക്കാതെ. ഇതിപ്പം അവർ ഈ തൻവി ഇട്ട വീഡിയോ 1 മില്യൺ എടുക്കാറായി.
അതുപോലെ കയറി പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞ് കയറിപ്പോകും. അതേസമയം ഒരു സാധാരണ ഒരു ഫാമിലി വ്ളോഗ് ആരെങ്കിലും ചെയ്തോടെ കറണ്ട് വന്നും പോയി നിൽക്കുക കേട്ടോ. ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മുഖത്തിന് വേറെ ഷേപ്പായിൽ വെട്ടം വന്നതുകൊണ്ടാണ് കേട്ടോ. മറ്റേത് ലൈറ്റായിട്ടുള്ള വെട്ടമേ ഉള്ളായിരുന്നു, വലിയ വെട്ടമില്ലായിരുന്നു, ലൈറ്റായിട്ട്. അതുകൊണ്ടാണ് ചുണ്ടയിലെ കളർ ഇച്ചിരി കൂടുതലായിരുന്നു. ഇനി അതിന് എന്നെ പൊങ്കാലിടാൻ വന്നേക്കല്ലേ. അപ്പം എന്നായിരുന്നു പറഞ്ഞിട്ടിരുന്നത്, മറന്നുപോയി. ഇത് സാധാരണ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ ഒന്നും കയറിപ്പോകില്ല, അതേ പോയി. അവരുടെ ഒന്നും വീഡിയോസ് കയറിപ്പോകുകയില്ല. പോകാതെ അതെന്ന് വെച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അവരുടെ വീട്ടിൽ പാവങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. എന്നാണേലും ഇനി അടുത്തതിൻ്റെ ബാക്കിയായിട്ട് മറ്റവർ വരും, മറ്റവരുടെ ബാക്കിയായിട്ട് ഇവർ വരും. ഇതിങ്ങനെ നാറിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, നാറിക്കൊണ്ട്. ഇപ്പം ഈ അഹാനയൊക്കെ ഉരുപ്പെട്ടവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അവരുടെ വീട്ടിൽ എല്ലാവർക്കും ഇച്ചിരി ഒരു കല്യാടി ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ദിയായിരുന്നു. ദിയയുടെ സംസാരം കാര്യങ്ങളൊക്കെ ഒരു ഇച്ചിരി കല്യാടിയായിരുന്നു. ഈ അഹാനയൊക്കെ ഭയങ്കര കാര്യമായിട്ടായിരുന്നു എല്ലാവരും. ഇപ്പം ഞാൻ പോലും ചില വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അഹാനെ പറ്റി ഒരുപാട് ഇതായിട്ട്. അതുപോലെ നിന്നെടുത്ത് ആ സകല ഇമേജും തകർക്കുന്ന രീതിക്കാണ്. പിന്നെ ഇപ്പം ഇത്രയും കാര്യം വന്നതിൽ അവരുടെ വോയിസോ കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. ഇവരെല്ലാം ഈ കൊണ്ട് പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ആ അമ്മൂമ്മ പറയുന്ന മുഴുവൻ കള്ളത്തരമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ട് ഈ പുള്ളിക്കാരി പറഞ്ഞ് പറയിപ്പിച്ചതാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവരുത്തേക്കുക, അപമാനിക്കുക, ഇത് മാത്രമൊക്കെ ഉള്ളൂ. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ ഈ പറയുന്ന ഒരൊറ്റ കാര്യത്തോട് നിങ്ങൾ അഭിപ്രായം പറയാം. വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരോട് കൊച്ചുമക്കളെ കൊണ്ട് മോശമായിട്ട് പറയിപ്പിക്കുന്നത് ശരിയോ തെറ്റോ അത്രയും മാത്രം മതി. അവരെന്ന ആൾക്കാരായിക്കോട്ടെ, എത്ര വൃത്തിയായിട്ട ആൾക്കാരായിക്കോട്ടെ, പറയുന്നത് കാര്യം അവർ കൊച്ചുമക്കളാണ്. ആ മക്കളെ കൊണ്ട് ചെടി പോടി എന്നും പറഞ്ഞ് വിളിപ്പിക്കുന്നത്. കൊച്ചുമക്കൾക്ക് സംസാരിക്കാം. ഓരോ വീടുകളിലൊക്കെ ഉണ്ട് അമ്മായിയമ്മമാരുടെ ദ്രോഹം കൊണ്ട് വെന്ത് നിറഞ്ഞ സ്ത്രീകളുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഈ കാലഘട്ടത്തിലും ഉണ്ടത്. അപ്പോൾ അതൊക്കെ പിള്ളേർ വളർന്ന് വന്നു കഴിയുമ്പോൾ അവരത് എതിർക്കും. അമ്മൂമ്മ എന്നതിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ മകൻ്റെ മക്കളായിരിക്കും എതിർക്കുന്നത്. ഒരിക്കലും പെമ്മക്കളുടെ മക്കളോ ഒന്നും വെച്ചാൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇത് ഇവരുടെ മകളുടെ മകളാണ് പറഞ്ഞെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരുപാട് കിടന്ന് ഈ അമ്മമാരെ പറഞ്ഞ് അവരിരുന്ന് കരയുന്ന കാണുമ്പോൾ മക്കൾ എന്നിച്ച് ചോദിക്കും, അമ്മൂമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, അമ്മൂമ്മ എന്നതിന് എൻ്റെ അമ്മയെ പറയുന്നത്. ചിലപ്പോൾ അവരൊന്ന് പൊട്ടിത്തെറിച്ചെന്നൊക്കെ ഇരിക്കും. അത് അവരുടെ അമ്മ കരയുകയും വിഷമിക്കുകയും അതുപോലെ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇവരുടെ അമ്മയുടെ അമ്മയാണ്. ഇനി അവർ അമ്മയും മോളും തമ്മിൽ ഇനി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ കൊച്ചുമക്കൾക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അവർ അമ്മയും മോളുമാണ്. ഇന്ന് ഈ അഹാനയുടെ അമ്മയും കൂടെ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞാൽ അഹാനയുടെ കുഞ്ഞെന്ന് അഹാനയുടെ അമ്മേനെ ചീത്ത വിളിക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. ഈ ഒരു കാര്യത്തിന് നിങ്ങൾ പറയാം. ഞാൻ ഇനി പറഞ്ഞതിനകത്ത് ഇനിയിപ്പോൾ അവരുടെ അമ്മൂമ്മയുടെ സൈഡ് പിടിച്ചെന്നോ ഇവരുടെ സൈഡ് പിടിച്ചെന്നോ എന്നുള്ളൊരു പലർക്കും പല ഭാഗങ്ങൾ കാണും പറയാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും സബ് ചെയ്യാനും മറക്കരുത്. ആരും വീഡിയോ കാണുന്നതല്ലാതെ ലൈക്കും ചെയ്യുന്നില്ല, ഹൈപ്പും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കമൻറ്റും ഇടാൻ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണ് തോന്നിയിട്ട് അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇനിയിലൊക്കെ ഒന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാമെന്നേ. മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ.